സ്വർണം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് DGP. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കും. VS അനു ആണ് വിവരങ്ങളുമായി ചേർത്ത്. അനു, ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്, അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് അല്ലേ? തീർച്ചയായും ഒരു തിരക്കഥ പോലെ പഴയ റിപ്പോർട്ട് പുതിയ സംസ്ഥാന പോലീസ് മേധാവിക്ക് അയക്കുന്നു. അദ്ദേഹം വലിയ നടപടി വേണ്ട, കാരണം യൂണിഫോം ഇതിൽ നിന്ന് ഫോഴ്സിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹത്തെ ഇപ്പൊ എക്സൈസ് കമ്മീഷണറാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കടുത്ത നടപടികൾ വേണ്ട എന്ന തരത്തിലുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ പുതിയ DGP റബാഡ ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്നത്. അതായത് ഒരു തരത്തിൽ ADGP MR അജിത് കുമാറിനായി സർക്കാരിന്റെ ഇടപെടൽ സംരക്ഷണം വന്നിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. നമ്മൾ ഇന്നലെ വാർത്ത നൽകിയതാണ് ഈ പറയുന്ന റിപ്പോർട്ട് മടക്കി അയക്കുകയും അതിൽ അഭിപ്രായം കൂടി എഴുതി ചേർക്കാൻ പുതിയ DGPയോട് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് മടക്കിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല, ഏകദേശം 15 ദിവസം 20 ദിവസം മുമ്പാണ് അങ്ങനെ ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ റിപ്പോർട്ടിൽ DGPയുടെ ശുപാർശ എഴുതി ചേർക്കുകയും ചെയ്തു. അതായത് കടുത്ത നടപടികൾ വേണ്ട എന്നുള്ള ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചെയ്തു. ഓക്കെ VS അനു, ശരി. അപ്പോ സർക്കാരിന്റെ വീണ്ടും അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള നീക്കം ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ശുപാർശ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ അജിത് കുമാർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. ചെറുതായിട്ടൊന്നൊരു പൂരം കലക്കി, ചെറുതായിട്ടൊരു RSS നേതാവിനെ കണ്ട് ഒരു ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. ചെറുതായിട്ട് സ്വർണം പൊട്ടിക്കൽ ഈ സംഘങ്ങളുമായിട്ട് ഒരു വ്യാജ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെറും ചെറിയ കാര്യങ്ങളും നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സംസ്ഥാനത്തിലെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ നടപടിയൊന്നും വേണ്ട, താക്കീത് മതി എന്ന് പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാം, അത്രയൊക്കെ ഉള്ളൂ ആ റിപ്പോർട്ടിലും.